ഹായ് ഗൈസ്. ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ അവളും അവളുടെ ഒരു ബ്രദറും, അതായത് ഒരു കസിൻ ബ്രദറും തമ്മിലുണ്ടായ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ അവർ തമ്മിൽ ഭയങ്കര വഴക്കായിട്ടോ. അപ്പോൾ ഭയങ്കര വഴക്കായപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, നീയും നിന്റെ കൂട്ടുകാരിയെ പോലെ റോട്ടിൽ പോയി നിന്ന് മാലയും കമ്മലും ഒക്കെ വെക്കുക, അമ്പലത്തിൻ്റെ അവിടെയും അവിടെ ഇവിടെയൊക്കെ നിന്ന് പോയി അവിടെ തൂക്കാനും പിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യേ, നാണമില്ലാതെ നടക്കുന്നതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിലുള്ള കോൺവെർസേഷനിൽ പുള്ളി എന്നെ വലിച്ചെടുക്കുക മാത്രമല്ല എന്നെ ഡിഫെയിം ചെയ്ത് സംസാരിച്ചു. എന്നെ ഭയങ്കര മോശക്കാരിയായിട്ട് പുള്ളി സംസാരിച്ചു. അപ്പം അവൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്തു. ഒബിയസ്ലി കേട്ടപ്പോൾ എനിക്ക് വിഷമവും ദേഷ്യവും വന്നു. ശരിയല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ശരിയാണെന്ന്? അത് ശരിയല്ല. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റോളോ അമ്പലത്തിൻ്റെ അവിടെയോ ഇവിടെയോ ഒക്കെ ഞാനൊന്ന് നോട്ടീസ് വരെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അത് എൻ്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. ഞാൻ റോഡ് സൈഡിൽ നിന്ന് പണിയെടുക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ഒരു കുഴപ്പം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് വെൻ കസ്റ്റമേഴ്സ് ഡോണ്ട് കം ടു യു, യു നീഡ് ടു ഗോ ടു ദ കസ്റ്റമേഴ്സ് എന്നാണ്. ഞാൻ അത് നന്നായി ചെയ്യുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ, ഞാനൊരു സ്റ്റോൾ ഇടുമ്പോൾ അവിടെ സെയിൽസിനെക്കാളും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവിടെ എൻ്റെ എത്ര ബിസിനസ് കാർഡ് പോകുന്നു, അല്ലെങ്കിൽ അവിടെ എൻ്റെ എത്ര നോട്ടീസ് പോകുന്നു, അവിടെ എത്ര പേർക്ക് എൻ്റെ പേജ് എത്തുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ഞാൻ അതൊരു മാർക്കറ്റിംഗ് മീഡിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ അപ്പം സെയിൽസ് മാത്രമല്ല, എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഗ്രോത്തും കൂടിയാണ് നടക്കുന്നത്. ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിന് ഒരു ബ്രാൻഡ് തുടങ്ങി അത് വളർത്താനായിട്ട് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഈ കാണുന്ന മനുഷ്യന്മാർക്ക് എന്തിനാ ഈ കണ്ണുകടി ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് എങ്ങനെയാണ് നാണക്കേടായി മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മുന്നേ കേട്ടൊരു കാര്യമാണ്, നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതെയും മോഷ്ടിക്കാതെയും നമ്മൾ എന്ത് പണിയെടുത്താലും അതിനൊക്കെ എന്താ പറയുക, അതിനൊക്കെ വിലയുണ്ട്, അതിനൊക്കെ വാല്യൂ ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുവാണ്, ഒരു ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അസ്വസ്ഥരാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അമ്പോ അടിപൊളി എന്ന് പറഞ്ഞ് കൈതട്ടുകയും, എന്നാൽ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ആൾക്കാരുണ്ടാകുമ്പോൾ അത് വളരെ മോശമായിട്ട് ഇവർക്ക് മാറുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ നമ്മളെ തളർത്താൻ ഒത്തിരി പേരുണ്ടാകും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ കേട്ടെന്ന് കരുതി കരഞ്ഞ് വീട്ടിലിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. ആക്ച്വലി ഇന്ന് എനിക്ക് സ്റ്റോക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ വെച്ച് നോക്കി, ഇന്ന് സ്റ്റോക്ക് കുറവല്ലേ, ഇന്ന് പോകണ്ട. പക്ഷെ ഇത് കേട്ടപ്പം ഞാൻ ഓർത്തു, ഉള്ള സ്റ്റോക്ക് കൊണ്ട് ഞാൻ പോവും, ഞാൻ വർക്ക് ചെയ്യും. നമുക്ക് അവരുടെ മുമ്പ്, അതായത് നാളെ ജയിച്ചു കഴിയുമ്പം അയ്യോ അടിപൊളിയായിരുന്നു എന്ന് പറയാനും, ഇപ്പോൾ അവളെന്തുവാ അങ്ങനെ പറയുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ. എല്ലാവരും അല്ല കേട്ടോ, ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരും നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പം ഇങ്ങനത്തെ നെഗറ്റീവ് പീപ്പിൾസ് എൻ്റെ ലൈഫിൽ വന്ന പോലെ നിങ്ങളുടെ ലൈഫിലും വരും. അപ്പോൾ വരുമ്പോൾ നൈസായിട്ട് അവരങ്ങ് കട്ട് ചെയ്യുക, സ്മൂത്തായിട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.